അപ്പോൾ ഇന്നൊരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ ഉള്ളത്. അണ്ടർ 5 മിനിറ്റിനുള്ളിലുള്ളതാണ്. ഷോർട്സ് ആയിട്ട് ഇടാനായിട്ട് എനിക്ക് പറ്റണില്ല, അത് കാരണം കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഇട്ടത്. ദെൻ ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ നിങ്ങളെ കൂടെ കൂട്ടാമെന്ന് വിചാരിച്ചു. നമ്മളിപ്പോൾ വെറ്റിനറി ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് അറ്റസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അരമണിക്കൂർ അതിൻ്റെ അടുത്ത ഓഫീസർ വരുള്ളൂ എന്നാണ്, അറ്റസ്റ്റ് ചെയ്യാൻ ഓഫീസർ വരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ വി ആർ വെയിറ്റിംഗ് ഫോർ ദാറ്റ്. അപ്പോൾ അവിടുത്തെ കാര്യം നടന്നില്ല. അറ്റസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ 2-3 സ്ഥലത്തേക്ക് പോയി, പക്ഷേ വിചാരിച്ച പോലെ നടന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ സ്റ്റുഡിയോയിൽ പോകാമെന്ന് വിചാരിച്ചു. സിസ്റ്റർക്ക് ഡ്രസ്സ് എടുക്കണമായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ക്ലിപ്സുകളൊക്കെ എടുത്ത് വെച്ചതാണ് കേട്ടോ, കാരണം എനിക്ക് ഇതുപോലത്തെ ഡ്രസ്സുകളൊക്കെയാണ് ഇഷ്ടം എന്ന് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഉടുപ്പ് നല്ല ഭംഗി, എനിക്ക് ഇഷ്ടമായി വരും. ഈ ഉടുപ്പ് എനിക്ക് ഇഷ്ടമായി. ഇത് നമ്മുടെ തൃശ്ശൂരുള്ള സ്റ്റുഡിയോ ആണ്. അപ്പോൾ ഇവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ ഒരു സെക്ഷൻ തന്നെയുണ്ട്. പിന്നെ കാര്യമായിട്ട് ഉള്ള സെലക്ഷൻസ് ഒന്നും ഞാൻ ആദ്യം 2-3 പ്രാവശ്യം പോയപ്പോഴുള്ള സെലക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. കളക്ഷൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട തരത്തിലുള്ള ഡ്രസ്സുകളൊക്കെ ഞാൻ വെറുതെ ഇങ്ങനെ ക്ലിപ്പ് എടുത്ത് വെച്ചതായിരുന്നു. നേരെ എന്നിട്ട് മേലെ മെൻസിൻ്റെ സെക്ഷനിലേക്ക് പോയി. ഈ ഷർട്ടുകളൊക്കെ എനിക്ക് ഇഷ്ടമായി. എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സുകളൊക്കെ ആണ് കേട്ടോ ഞാനിങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് നല്ല സീത്രൂ ആണ്, നല്ല സുഖമാണ് ഇടാനായിട്ട് എന്നൊക്കെ പറഞ്ഞ് നിൽക്കായിരുന്നു. പിന്നെ ഇതുപോലത്തെ ഈ ഒരു ഓഫ് വൈറ്റ് ഡ്രസ്സുകളൊക്കെ നല്ല ഇഷ്ടമായി. പിന്നെ ഗ്ലൂന്ന് കിടക്കുന്ന ഈ ഷർട്ടുകളൊക്കെ നല്ല ഇഷ്ടമായിട്ട്, പക്ഷെ ഒന്നും വാങ്ങിയില്ല പിശാചേട്ടത്. ദെൻ കുറച്ച് എല്ലാ സ്ഥലത്തും ഒന്ന് പോയി നോക്കി. അതിന് ശേഷം 2-3 ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 3-4 എടുത്തിട്ടുണ്ടായിരുന്നു. എന്തെടുത്താലും എൻ്റെ പരിപാടിക്കാണല്ലോ. അപ്പോൾ അത് ട്രയൽ ചെയ്യാനായിട്ട് പോയി. എനിക്കാണെങ്കിൽ ട്രയൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ദേഷ്യമാണ്. പക്ഷേ ട്രയൽ ചെയ്തതിന് ശേഷം വേണം നമുക്ക് സെലക്ട് ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് ട്രയൽ ചെയ്യാൻ പോയി. അതിൻ്റെ ഇടയിൽ ഞാൻ താഴെ പോയിട്ട് ലിപ്സ്റ്റിക് സെക്ഷനൊക്കെ നോക്കി കേട്ടോ. അപ്പോൾ ട്രൈമീൻ ചെയ്തിട്ടുള്ളതൊക്കെ ഒരുവിധം യൂസ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ന്യൂഡ് സെക്ഷനിലുള്ളതൊക്കെ ആണെങ്കിൽ ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള ഈ ഒരു നെയിൽ പെയിൻറ്റിന് സ്റ്റോക്കില്ല. ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, എക്സ്പ്രസ് ഒന്നും ഉള്ള ഷെയ്ഡായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു ആ ഒരു കളറ്. ദെൻ നമ്മൾ ട്രയൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോയി ഡ്രസ്സിങ് റൂമിൽ. ഇത് നമ്മളുടെ എന്താ പറയുക, സിസ്റ്റർക്ക് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അവൾ ഇതേപോലത്തെ ഡ്രസ്സുകളാണ് കൂടുതലും ചൂസ് ചെയ്ത് കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ ടൈപ്പിലുള്ള ഡ്രസ്സുകളാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് 3ഉം നമ്മുടെ ഫറാൻകുട്ടൻ സെലക്ട് ചെയ്തതായിരുന്നു, നമ്മുടെ ഫ്രണ്ട് സെലക്ട് ചെയ്തതായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ഒരെണ്ണം പിക്ക് ചെയ്തായിരുന്നു. ദെൻ വീണ്ടും ഞാൻ താഴെ പോയി ബില്യണേൻ്റെ ഇടയിൽ പോയി. ഇത് 249 രൂപയ്ക്ക് 3 എണ്ണം കിട്ടുന്നതാണ്. ന്യൂഡ് ഷെയ്ഡ്, പിങ്ക് ഷെയ്ഡൊക്കെ ഉണ്ട്. നമ്മളതൊന്നും വാങ്ങിയില്ല. പിന്നെ ഈ ഒരു ഷെയ്ഡ് എനിക്ക് ഇഷ്ടമായി, പക്ഷേ പാരുവിൻ്റെ ഇഷ്ടമായില്ല, അതുകൊണ്ട് മേടിച്ചില്ല. ദെൻ ഈ ഒരു കുഞ്ഞ് നെയിൽ പെയിൻറ്റ്, അത് 4 എണ്ണം 200 രൂപയ്ക്ക്. അപ്പോൾ ഈ ഒരു സാധനം സെലക്ട് ചെയ്ത് തന്നു. പിന്നെ ഈ ഒരു ഇതെടുത്തു. ദെൻ ചുണ്ടിലൊരു ലിപ്സ്റ്റിക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് പണി കിട്ടിയിട്ടുണ്ടായിരുന്നു, കാരണം അത് പോകുന്നുണ്ടായിരുന്നില്ല. ഒരു ചാത്തൻ കളർ വരും, ചാത്തനല്ലായിരുന്നു, പ്യുവർ റെഡ് കളറായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വെറ്റ് വൈപ്സ് വാങ്ങി. ഓൾറെഡി അവൻ ഇങ്ങനത്തെ ഒരു വെറ്റ് വൈപ്സ് കണ്ടു കഴിഞ്ഞാൽ പ്രാന്ത് കൂടുതലാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് അത് മേടിച്ച് അതിട്ടിട്ട് ഉറച്ചപ്പോൾ പോയിട്ട് ഞാൻ വിചാരിച്ചു പോകില്ലാന്ന്. ഇവൻ ബില്ല് ചെയ്യണ നേരം കൊണ്ട് ഞാനത് ഉറച്ച് കാട്ടിക്കളഞ്ഞു. കുറച്ച് സമയം എടുത്തെങ്കിലും ഞാൻ പോയി. ഞാൻ 2-3 ലിപ്സ്റ്റിക്കുകൾ, ലിപ് ടിൻറ്റുകൾ ഒക്കെ ഞാൻ കയ്യിൽ ഇങ്ങനെ സ്വാച്ച് ചെയ്ത് നോക്കിയായിരുന്നു. ഒന്നും എനിക്ക് എന്താ പറയുക, എനിക്ക് മാച്ചായിട്ടുള്ള ഒന്നും അങ്ങനെ കിട്ടിയില്ല. പിന്നെ ബില്ലിങ്ങിൻ്റെ അവിടെ ഈ ഒരു പെർഫ്യൂമൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. മിനി പെർഫ്യൂംസ് ഒക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു 1-1.5 മണിക്കൂറിനുള്ളിൽ വേഗം ഇറങ്ങി. ഫറാൻ കിടന്നിട്ട് വിശക്കുന്നെന്ന് പറഞ്ഞ് കരയായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ അടുത്തുള്ള ടെലിഗസിൽ പോയി. മിക്കപ്പോഴും പോവാറുള്ളതാണ്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ഇറച്ചിച്ചോറ് വാങ്ങി. കഴിഞ്ഞ പ്രാവശ്യം ചേട്ടൻ്റെ അമ്മയുടെ ഒക്കെ കൂടെ പോയപ്പോൾ ഇറച്ചിച്ചോറ് ചേട്ടൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇതിൽ ഇറച്ചിച്ചോറ് 2 എണ്ണം മേടിച്ചു. ദെൻ അവിടെ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയിട്ട് ഞങ്ങൾ വാങ്ങിയിട്ട് ഇഷ്ടമായ ഒരു കൊറിയൻ മെക്സിക്കൻ ബഫല്ലോ ചിക്കൻ ക്വാർട്ടർ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതും നല്ല അടിപൊളിയായിരുന്നു. ഇറച്ചിച്ചോറ് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. തന്നെ തിന്നാൻ സൂപ്പറാണ്. വേറെ ഒന്നും വേണ്ട അതിൻ്റെ കൂടെ, അത് തന്നെ തിന്നാനായിട്ട് നല്ല രസമാണ് കേട്ടോ. അപ്പം എന്താ പറയുക, ഇതൊക്കെയാണ് ഫുഡ് കഴിച്ചത്. സാധാരണ എനിക്ക് ഇഷ്ടമാവാറില്ല, എന്നാലും എനിക്കിത് ഇഷ്ടമായി. പിന്നെ ഈ സംഭവത്തിനെ പറ്റി പറയാനൊന്നുമില്ല, അത് നല്ല ഇഷ്ടമായി. എനിക്ക് അന്നും കഴിച്ചപ്പോൾ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അത് കാരണം കൊണ്ടാണ് വീണ്ടും ഓർഡർ ചെയ്തത്. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് അറിയില്ല, പക്ഷേ എനിക്ക് നല്ല ഇഷ്ടമായി. എനിക്കും പാരുവിനും ഫറാനും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഇച്ചിരി അധികം സ്പൈസി ഒന്നും അല്ല കേട്ടോ. ഒറ്റയ്ക്ക് പോയാൽ ഫുഡ് കഴിക്കണം എന്നുള്ള കാര്യം എന്തോ ഭയങ്കര നിർബന്ധമാണ്. ഫുഡില്ലാതെ എന്താ ആഘോഷം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേനും എന്നെ വീട്ടിലാക്കിട്ടോ.